ഹലോ, ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പി കൊൽക്കത്ത സ്റ്റൈൽ ബിരിയാണിയും ഹൈദരാബാദി ബിരിയാണിയും ചേർത്ത് ലൈക്ക് ചില കോമൺ ഇൻഗ്രീഡിയൻസ് എന്തായാലും ഉണ്ട്. ചിക്കൻ, റൈസ്, അനിയൻ എല്ലാം സെയിം ആണ്. പക്ഷേ ചില ഇൻഗ്രീഡിയൻസ് കൊൽക്കത്ത ബിരിയാണിക്കുണ്ട്, ചിലത് ഹൈദരാബാദിക്കുണ്ട്. അപ്പോൾ എൻ്റെ ഇല്ലാത്തത് ഹൈദരാബാദിൽ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു, അത് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ കൊൽക്കത്ത ബിരിയാണിയിലുള്ള കുറേ സാധനങ്ങൾ ഞാൻ ചേർക്കുന്നുണ്ട്. സോ ഇത് രണ്ടിൻ്റെ ഫ്യൂഷനാണ്. ആക്ച്വലി ദ ടേസ്റ്റ് ഇസ് റിയലി ഗുഡ്. ലൈക്ക് ഐ ഹാവ് ട്രൈഡ് ബിഫോർ. ലൈക്ക് ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ദ ടേസ്റ്റ് ഇസ് ക്വൈറ്റ് ഗുഡ്. എവറി വൺ ഹാസ് അപ്രൂവ് ഫ്രം മൈ ഹൗസ്. സോ ഒന്ന് നോക്കിയത് ഇഷ്ടപ്പെട്ടോ പ്ലീസ്. സോ ഇതിൻ്റെ അമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്. ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ വാഷ് ചെയ്യുന്ന അമ്മയായിരിക്കും. ബാക്കി എല്ലാ ഹെൽപ്പിംഗ് ഹാൻഡ് അമ്മയാണ്. അമ്മ എന്നെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് കാണാം. സോ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. മാരിനേഷന് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലീൻ ചെയ്ത ചിക്കൻ ഒരു മാരിനേഷൻ ബൗളിലോ ഏതോ പാത്രം വെച്ചാൽ അതിലോട്ട് എടുത്തിടാം. ഈ ലിവർ ഒന്നും ആക്ച്വലി എനിക്കിഷ്ടമില്ല ബിരിയാണിയിൽ പോകുന്നത്. സോ അത് മാറ്റിയിട്ടാം. മല്ലിപ്പൊടി അത്യാവശ്യം വേണം. കൊൽക്കത്ത ബിരിയാണിയിൽ മല്ലിപ്പൊടി ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. ലൈക്ക് ആക്ച്വലി മല്ലി ഇടുന്നത് വെച്ചാൽ ഞാൻ കണ്ട വീഡിയോസ് തന്നെയായിരുന്നു. ആക്ച്വലി മല്ലിനെ വറുത്ത് പൊടിച്ചാണ് ഇടുന്നത്. മല്ലിപ്പൊടി എന്ന് വെച്ചാലും അത് തന്നെയാണ്. എത്ര മാത്രം റെസിപ്പി ഒന്നും എനിക്കറിയാം. ബട്ട് ടേസ്റ്റ് ഇസ് ഗുഡ്. ഇത് എരിയുള്ള മുളക് പൊടി. എരി അത്യാവശ്യം ഇഷ്ടമുള്ളവരാണെങ്കിൽ എരിയുള്ള മുളക് പൊടി അത്യാവശ്യം ഇടാം. നമുക്ക് എരി ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മോൻ എത്തിയിട്ട് പറ്റാത്തത് കുറയ്ക്കാം. ഒരു മീഡിയം ലെവലിലായിരുന്നു ഇപ്പോൾ. കാരണം ഞാൻ കഷ്ടപ്പെട്ട് ഇടുന്നുണ്ട്. കളറിൻ്റെ ബിരിയാണിയിൽ അത്ര കളറൊന്നും അത്ര ഒരു വിഷയമല്ല. റൈസിന് നമ്മൾ എന്തായാലും സാഫ്രോൺ ഇടുന്നുണ്ട്. സോ അതിൻ്റെ കളറാണ് റൈസ് വരുന്നത്. പിന്നെ ബിരിയാണിയിൽ ഒന്നും വിഷയമല്ല. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്. പിന്നെ ഉള്ളി നല്ലോണം സോട്ട് ചെയ്തെടുത്ത്. സോട്ടേ അല്ല, ആക്ച്വലി ഡീപ് ഫ്രൈ ചെയ്ത ഒരു സബരിസ്ത അതാണിത്. അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമ്മൾ മാരിനേഷനിൽ ഇടണം. ബാക്കി ഒരു ഹാഫ് പോർഷൻ നമ്മൾ ലെയേഴ്സിൽ ജസ്റ്റ് ഒരു ലെയറിൽ വെറുതെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ തൂകാനായിട്ട്. പിന്നെ ഇതിൽ വേണ്ട സംഭവം വെച്ചാൽ നെയ്യ്. ഇത് കൊൽക്കത്ത ബിരിയാണിക്കുള്ളതാണ്. ഹൈദരാബാദി ബിരിയാണിയിൽ ഐ ഡോണ്ട് തിങ്ക് അവർ നെയ്യ് ഇടുമോ ഇല്ലെന്ന് വീഡിയോസിൽ ഇടുന്നില്ല. കൊൽക്കത്ത ബിരിയാണിയിലാണ് നെയ്യ് ഇടുന്നത്. മാരിനേഷൻ്റെ സമയത്താണ് കാര്യമാണ് പറയുന്നത്. ഹൈദരാബാദിലും ഇതിലൊക്കെ ആകെ പച്ചമുളകിൻ്റെ ടേസ്റ്റും ഈ ഗീയുമാണ് നമ്മുടെ കൊൽക്കത്ത ബിരിയാണിയിൽ എക്സ്ട്രാ ആയിട്ട്. പിന്നെ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൊൽക്കത്ത ബിരിയാണി എന്ന് വെച്ചാൽ ആലു. നമ്മുടെ പൊട്ടാറ്റോ ഡീപ് ഫ്രൈ ചെയ്തിട്ട് മാരിനേഷനിൽ ചേർക്കുന്ന ഒരു സംഭവമുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല, നമുക്ക് ഇത് ചെയ്യണം. പിന്നെ തൈര് അത്യാവശ്യം നല്ലോണം ഇട്ട് കൊടുക്കാം. കാരണം ഇത് പാക്കറ്റ് ചെയ്യാതെ വലിയ പൊടിയൊന്നും എന്തായാലും ഉണ്ടാവില്ല. ഇട്ടിട്ടുണ്ട്. സോ മാരിനേഷനിൽ കണക്കാക്കിയിട്ട് ഒക്കെ മാത്രം മതി. ഓ വൺ മോർ തിങ്, ആക്ച്വലി ഇതിലോട്ട് കുറച്ച് പോകുന്നതായിരിക്കും. കുറച്ച് ഓയിൽ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ടും എനിക്കറിയില്ല. അല്ലെങ്കിൽ ആ ടേസ്റ്റ് കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഞാൻ ചെയ്തിരിക്കും ഓണിയൻ ഫ്രൈ ചെയ്ത ഓയിലാകുമ്പോൾ എല്ലാത്തിനും പറയുന്നത് വെച്ചാൽ ഒന്നിച്ചാക്കാൻ എല്ലാ ഫ്ലേവേഴ്സ്, എല്ലാ മസാലാസും ചിക്കനിനെ ബ്ലെൻഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ ഓയിലാണ്. അവിടെ ഇതെല്ലാം കൂടി നമുക്ക് വന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിന് കുറച്ച് സമയം വേണം ലൈക്ക് മാരിനേറ്റ് ആവാൻ. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബേസിക്കലി ഇത്രയും ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി 2-3 കാര്യങ്ങൾ ഇത് ആഡ് ചെയ്യാനുണ്ട്. പക്ഷെ അതിനി ആയി വരാൻ തന്നെ ഒരു ഹാഫ് ആൻ അവർ. ഒരു ബിരിയാണി മസാല, കാരണം ഞാൻ ഡയറക്റ്റ് ബിരിയാണി മസാലാസ് അല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ബിരിയാണിക്കുള്ള മസാലയിൽ ആക്ച്വലി സോംസ്, ഫെനൽ, ഇഫ് ഐ എം നോട്ട് റോങ്. ഫെനൽ ഈസ് an important ingredient. അതെല്ലാ ബിരിയാണിയിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും കൊൽക്കത്ത ബിരിയാണിയിൽ അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ലൈക്ക് ഞാൻ ഈ കൊൽക്കത്ത ബിരിയാണിന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാവുന്ന കാര്യം, ഭയങ്കര ടേസ്റ്റ് സട്ടിലാണ്. പക്ഷേ ടേസ്റ്റ് നല്ല ഫ്രഷ്, ഭയങ്കര ലൈറ്റാണ്. ലൈക്ക് ഒരു ഫുൾ പ്ലേറ്റ് വേണമെങ്കിലും കഴിച്ചാലും മതിയായി എന്നുള്ളൊരു തോന്നല് ആക്ച്വലി കൊൽക്കത്ത ബിരിയാണിക്കില്ല. ഹൈദരാബാദി ബിരിയാണി സോ റിച്ച്. അത് കുറച്ച് കഴിക്കുമ്പോഴേ ആദ്യം ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും. പക്ഷെ പിന്നെ പോകും പോലെ എൻ്റെ ഇതിൽ
മതിയാവും എന്ന് വെച്ചാൽ കുറേ മസാലാസ് ആൻഡ് കുറേ ഹെവി റിച്ച് ഒരു ഫീലിംഗ് ആണ്. സോ അത് അത്രയും ലൈറ്റ് ഫീലിംഗ് അല്ല, അത് കുറച്ച് കഴിക്കുമ്പോഴത്തേനും മതിയായിരുന്നു തോന്നുന്നു. That's it. പക്ഷേ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇപ്പോൾ കൂടുതലും കോഴിക്കപ്പ ബിരിയാണി പോലെയാണ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രോസസ് ആക്ച്വലി ഹൈദരാബാദി ബിരിയാണി, കോഴിക്കപ്പ ബിരിയാണിയുടെ പ്രോസസ് ഐ ഫൈൻഡ് ഇറ്റ് ലിറ്റിൽ മോർ ഡിഫിക്കൾട്ട്. ബിക്കോസ് ഇതിനെ അടച്ചു വെച്ച് വേവിച്ചിട്ട് ആ വെള്ളം മാറ്റിയിട്ട് ഫുൾ ലെയർ ചെയ്ത് ദം ചെയ്യുമ്പോൾ ഈ വെള്ളമാണ് മേടിൽ കൂടെ ഒഴിച്ച് ക്ലോസ് ചെയ്ത് വെക്കുന്നല്ലുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് മാറ്റാൻ ബുദ്ധിമുട്ടാണോ എന്ന് എനിക്ക് തോന്നുന്നു. അത് ഇത്രയും ബിരിയാണി അത് ബുദ്ധിമുട്ടല്ല, പക്ഷേ ഹൈദരാബാദ് ബിരിയാണിക്ക് അതുപോലുമില്ല. ഇത് സോട്ട് ചെയ്യുക, ഒന്നുകൂടെ സോട്ട് നമ്മളെ ഓയിൽ ചെയ്യുക, ഒന്ന് അടച്ചു വയ്ക്കുക, ഓബിയസ്ലി ഒന്ന് കുക്ക് ചെയ്യുക, പിന്നെ വെള്ളം ഒന്നും മാറ്റണ്ട. ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് റൈസ് ഇട്ടിട്ട് പിന്നെ ലിഡ് അടച്ചു വെച്ച് ദം ചെയ്യാം, അത്രയും. സോ